രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പിന്തുണയോടെ നടക്കുന്ന ED പരിശോധനകൾക്കെതിരെ CPIM രാഷ്ട്രീയ വിശദീകരണ യോഗം ഇന്ന് കോഴിക്കോട്. വൈകിട്ട് മുതലക്കുളം മൈതാനത്ത് നടക്കുന്ന യോഗം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം PJ അരുൺ ചേരുകയാണ് കോഴിക്കോട് നിന്ന്. നോക്കാം. ED വേട്ടയെ രാഷ്ട്രീയമായി നേരിടുക തന്നെയാണ് CPIM. ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കുക തന്നെയാണ്. EDയുടെ കള്ളക്കളികൾ തുറന്നു കാട്ടുക എന്ന ഉദ്ദേശത്തോടെ ഇന്ന് രാഷ്ട്രീയ വിശദീകരണ യോഗം എത്തുകയാണ്. അരുൺ ഉണ്ട് എന്നോടൊപ്പം കോഴിക്കോട് നിന്ന്. അരുൺ, ഗുഡ് മോർണിംഗ്. അരുൺ, EDയുടെ നീക്കങ്ങളെ രാഷ്ട്രീയമായി തുറന്നു കാണിക്കുക, അത് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുക, ജനങ്ങളെ അണിനിരത്തി ആ രാഷ്ട്രീയ വേട്ടയെ പ്രതിരോധിക്കുക, അതിന്റെ ഭാഗമായിട്ടാണോ ഇന്നിപ്പോൾ ഈ രാഷ്ട്രീയ വിശദീകരണ യോഗം നടക്കുന്നത്? മനു, ഗുഡ് മോർണിംഗ്. എന്തായാലും CPM നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ പാർട്ടിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടക്കുന്ന സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് അവരുടെ കൂടി പിന്തുണയോടുകൂടി നടക്കുന്ന ED ഈ പരിശോധന, അനാവശ്യ പരിശോധനകൾക്കും റെയ്ഡിനുമെതിരെയുള്ള CPMന്റെ പ്രതിഷേധ യോഗം തന്നെയാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം തന്നെയാണ് ഇന്ന് കോഴിക്കോട് നടക്കുക. എന്തായാലും ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുതലക്കുളം മൈതാനത്തായിരിക്കും ഈ ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം CPIM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഇന്ന് വൈകിട്ടാണ് ഇന്ന് യോഗം സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും നേരത്തെ മനു പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയമായി ഈ ഒരു അനാവശ്യ റെയ്ഡുകളെ നേരിടാൻ തന്നെയാണ് CPIM നേരത്തെ തന്നെ ലക്ഷ്യം വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് പരിപാടികൾ ആലോചിച്ചിരിക്കുന്നത്. ഇന്നലെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ ഇന്നലെ പത്രസമ്മേളനത്തിനിടയിലും ഇക്കാര്യം വളരെ വിശദമായി തന്നെ, വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ജനറൽ സെക്രട്ടറി MA ബേബി, MV ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണങ്ങളിൽ തന്നെ ഈ EDയുടെ ഈ ഒരു നിലപാടിനെതിരെ, രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിലപാടിനെതിരെ, അനാവശ്യ പരിശോധനകൾക്കെതിരെയുള്ള നിലപാട് അത് വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇന്ന് ജനങ്ങളിലേക്ക് കൂടുതൽ ഇതിൻ്റെ വിവരങ്ങൾ അല്ലെങ്കിൽ ആശയങ്ങൾ കൈമാറുക എന്നുള്ള ആ ഒരു അജണ്ട തന്നെയായിരിക്കും ഇന്നത്തെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ ഉണ്ടാവുക. പ്രതിപക്ഷത്തെ പ്രമുഖ കക്ഷികളായിട്ടുള്ള എല്ലാ പാർട്ടികളെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ ഒരു ED റെയ്ഡ് അത് ജനങ്ങൾ അറിയേണ്ടതുണ്ട്. ഇതിൽ രാഷ്ട്രീയ വശമുണ്ട്. അത് തന്നെയാണ് ഈ കാര്യത്തിൽ പരിപാടിയുടെ പിന്നിലുള്ളത്. എന്തായാലും പറയുന്നതെന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ കക്ഷികളാണ് ഇതിൽ ഇക്കാര്യത്തിൽ ED പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത്. അതിൽ കോൺഗ്രസ് നേതാക്കളുണ്ട്. ഇതര ഈ കേന്ദ്ര സർക്കാരിനെതിരെ നിരന്തരമായി വിമർശനം ഉന്നയിക്കുന്ന പാർട്ടികൾക്കെതിരെ, പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പരിശോധനകൾ തന്നെയാണ് രാജ്യമെമ്പാടും അത് ED തുടർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ചയിലും അതിനു മുമ്പുള്ള മാസങ്ങളിലും EDയുടെ പരിശോധന സംസ്ഥാന വ്യാപകമായി നടന്നിരുന്നു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PA മുഹമ്മദ് റിയാസിൻ്റെ കുടുംബ വീട്ടിലെത്തി, അവിടെ ഫ്ലാറ്റുകളിലെത്തുന്നു, ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളിലേക്ക് എത്തുന്നു. അനാവശ്യമായ പാർട്ടിയുടെ ഭാരവാഹികളെ ഈ ഒരു കേസുമായി വലിച്ചിഴയ്ക്കുന്നത്, അതുപോലെ തന്നെ അപസർപ്പക കഥകൾ മെനയുന്ന മാധ്യമങ്ങൾക്കെതിരെയും CPIM വലിയ രീതിയിലുള്ള ഒരു വിമർശനം ഉന്നയിക്കുന്നുണ്ട്. കാരണം എന്തെങ്കിലും രീതിയിലുള്ള ഒരു സൗഹൃദം കാത്തു സൂക്ഷിച്ചു എന്നുള്ളതിലേക്ക് കൊണ്ട് മാത്രം ഇവരിലേക്കെല്ലാം പാർട്ടിയുടെ നേതാക്കന്മാരായതുകൊണ്ട് മാത്രം ഇവരിലേക്കെല്ലാം അനാവശ്യമായ അന്വേഷണം വരുന്നു എന്നുള്ളത് തന്നെയാണ്. അതുപോലെ ഈ ഒരു വിവാദവുമായി ബന്ധപ്പെട്ട് CPM നേതാക്കളെ ഈ ഒരു വിവാദത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. അന്വേഷണ ഏജൻസികളുടെ ചുമതല പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുകയും തെളിവുകൾ ശേഖരിക്കുകയും നിയമാനുസൃതമായി കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ഇതൊന്നും കുറ്റപത്രം സമർപ്പിക്കുകയോ ഈ അന്വേഷണത്തിൽ ഈ മുഹമ്മദ് റിയാസിൻ്റെ വീട്ടിൽ പരിശോധന നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായമായ അമ്മയും കുഞ്ഞു കുട്ടികളും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ആ ഒരു മാന്യത പോലും, ഇവർക്ക് ഭക്ഷണം എത്തിക്കാനുള്ള മാന്യത പോലും കാണിക്കാതെയുള്ള ഒരു പരിശോധനയാണ് മാസങ്ങൾക്ക് മുമ്പ് റിയാസിൻ്റെ വീട്ടിൽ നടന്ന പരിശോധനയിൽ നടന്നത്. അന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം CPIM അന്ന് അവിടെ ഉയർത്തുകയുണ്ടായി. പ്രതിഷേധ സമരമുണ്ടായി. ED വാഹനത്തെ തടഞ്ഞു വയ്ക്കുന്നവരുന്നുണ്ടായിരുന്നു. ഉദ്യോഗസ്ഥരുടെ ഈ നിലപാടിനെ CPIM കൃത്യമായി വലിയ രീതിയിൽ ചോദ്യം ചെയ്ത് മുന്നോട്ട് വരികയും ചെയ്ത സാഹചര്യമുണ്ടായി. എന്തായാലും ഇത്തരത്തിൽ ഈ നടന്ന പരിശോധനകളിലൊന്നും യാതൊരു തെളിവോ ഇക്കാര്യത്തിലുള്ള എന്തെങ്കിലും ഈ കേസുമായി CPIMൻ്റെ നേതാക്കളെ ലക്ഷ്യം വയ്ക്കുന്നതിൻ്റെ എന്തെങ്കിലും രേഖകളോ തെളിവുകളോ EDക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതിലെ ഏറ്റവും ഗൗരവകരമായ നിയമപ്രശ്നം. ഇതിനെതിരെ എല്ലാം നിയമപരമായി നേരിടുമെന്നുള്ളത് തന്നെയാണ്. അരുൺ, ഒരു കാര്യം, ഈ പ്രതിഷേധ പരിപാടി ഉണ്ടല്ലോ, ഇന്നത്തെ രാഷ്ട്രീയ വിശദീകരണ യോഗം, ഈ രാഷ്ട്രീയ വിശദീകരണ യോഗം എത്ര മണിക്കാണ്? അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ, മറ്റു കാര്യങ്ങൾ അതുകൂടി വളരെ വേഗത്തിൽ വിശദമായി.
മനു, ഞാൻ ആമുഖമായി തന്നെ ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വൈകിട്ട് 5 മണിക്കായിരിക്കും കോഴിക്കോട് മുതലക്കുളം പാളയത്തുള്ള മുതലക്കുളം മൈതാനത്തായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണ യോഗം CPM ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. CPM ജില്ലാ സെക്രട്ടറി M മെഹബൂബ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള യോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാസ്റ്റർ ആയിരിക്കും ഈ രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുക. മനു, ശരി, ഓക്കെ, താങ്ക് യു അരുൺ. അരുണാണ് ഈ സമഗ്രമായി തന്നെ നമ്മളോട് വിശദീകരിച്ചത്. അതിലെ രാഷ്ട്രീയ വശം, അതിലെ മാധ്യമവേട്ട, അതിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന CPIM നീക്കമടക്കമുള്ള കാര്യങ്ങളാണ് അരുൺ നമ്മളോട് വളരെ വിശദമായി തന്നെ പറഞ്ഞു വെച്ചത്. ഓക്കെ, താങ്ക് യു അരുൺ, നമുക്ക് പിന്നീട് കാണാം.